ഗൈസ്, ഐ ആം എൻഡർ എം സി. അപ്പം ഞാനിപ്പോൾ ഒരു പുതിയൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു മൈൻക്രാഫ്റ്റ് ഈ ചാനലിൽ കൂടുതലും ഇടാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ഈ ടെക്സ്ചർ പാക്സിൻ്റെ വീഡിയോ ആൻഡ് ലെറ്റ്സ് പ്ലേ സീരീസ്, അങ്ങനെ കുറേ മോഡായിട്ടുള്ള സീരീസുകളും ഇതിനൊക്കെ പറ്റിയുള്ള വീഡിയോസും, പിന്നെ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതെല്ലാം ഞാൻ ഈ ഓരോരോ വീഡിയോസിലൊക്കെ പറഞ്ഞു തന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ പുതിയൊരു മോഡ് വന്നായിരുന്നു ഈ ഇടക്ക്. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്ന് പറയുന്ന ആ മോഡ് വന്നിട്ട് കുറേ നാളായി. അപ്പം എൻ്റെ ചാനൽ തുടങ്ങിയ ഞാൻ പുതിയതായിട്ടാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് തന്നെ ആ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ വീഡിയോ ഇടാനോർത്ത്. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ് അടിക്കാനും മറക്കട്ടെ. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പോവാം. എടാ, ഫസ്റ്റ് തന്നെ അതെ ഹോർസിൻ്റെ ഇതൊക്കെ മാറി ടെക്സ്ചർ. പക്ഷേ ഇപ്പോൾ ടെക്സ്ചർ ഇരിക്കണ അതെ എന്താ തിളങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, എന്തൊക്കെ തിളങ്ങുന്നുണ്ട് ഗൈസ്. പിന്നെ അതേ ഡയമണ്ടിൻ്റെ ടെക്സ്ചറൊക്കെ തന്നെ നോക്കി ഗൈസ്, കിട്ടിയിട്ടാക്കിയിട്ടുണ്ട് അവർ. പിന്നെ റെഡ് സ്റ്റോണിൽ നിന്ന് എന്തൊക്കെയോ പറക്കണുണ്ടാ. പിന്നെ കോളാണെങ്കിൽ നോർമൽ കോൾ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ എമറാൾഡിന് നല്ല വ്യത്യാസമുണ്ട്, ഞാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വ്യത്യാസമുണ്ട്. പിന്നെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അതേ ലാപ്പസ് ഇവിടെ ഉണ്ട്. ഇത് ഗൈസ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോണെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ ഇത് നോർമൽ, ഇത് സ്റ്റോണിൻ്റെത്, ഇത് മറ്റേ ഡീപ്പ് സ്ലൈറ്റിൻ്റെ ഓർസ്, ഇത് സ്റ്റോൺ ഓർസ്, അങ്ങനെയാണ് കാണിക്കണം. എന്താ സ്റ്റോൺ ഓർസ് എല്ലാം നല്ല വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് നല്ലത്. ഡാർക്ക് കൊള്ളാടാ കാണാൻ. ഒരു മിനിറ്റ് പോയി കിടന്നേക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ എൻ്റെ ബ്ലോക്ക് ഓർസ് അങ്ങനെ എല്ലാം കാണിച്ചു തരാൻ പോണ. പിന്നെ ആണെങ്കിൽ പിന്നെ കണ്ട ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഡറിൻ്റെ ടെക്സ്ചറൊക്കെ ചെറുതായിട്ട് മാറിയെന്ന് തോന്നുന്നു അല്ലേ, ചെറുതായിട്ട് മാറിയിട്ടുണ്ടോ. പിന്നെ സ്കാർ ഫോൾഡിങ്ങിൻ്റെ മാറിയിട്ടുണ്ട് കണ്ട, ഇതിലൊക്കെ എണ്ണങ്ങൾ കൂടിയെന്ന് തോന്നുന്നു, അറിയത്തില്ല, മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും. അയ്യോ, ഇത് പൊട്ടിപ്പോയി, ഇവിടെ വെച്ചേക്കട്ടെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇത്തിരി അടിപൊളിയായിട്ട് ഒരു കസാരയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹാപ്പി കസ്റ്റിനെയും കൂടി ഞാനിവിടെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത്രയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു, നോർമൽ പോലെ തന്നെയാണ്. പിന്നെ ഈ ആക്ഷൻ സ്റ്റഫിൻ്റെ ഇതിൽ നമുക്കിത് വെള്ളത്തിൻ്റെ ടെക്സ്ചർ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് കൊടുത്തേക്കണേ. പിന്നെയെന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട് ഫോഗ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ആമത്തിസ്റ്റ് ബ്ലോക്കിൻ്റെ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇതാണ്ടാ ഇതിനൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ടാ, ഇതൊക്കെ ഇത്രയും കൂടി പൊളിയാക്കിയിട്ടുണ്ട് ഇവർ മറ്റേ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിക്സൊക്കെ കാണാൻ അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേരെന്താണ്, മറ്റേ ടഫിൻ്റെ. പിന്നെ അത് ഇവിടെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഇനി നമുക്ക് ലൈറ്റ് സെക്ഷനിലോട്ട് പോകാം. ലൈറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫ്രോഗ് ലാമ്പിൻ്റെ പെട്ടെന്ന് വയ്ക്കടാ, അയ്യോ പെട്ടെന്ന് വയ്ക്കുക, നല്ല വെട്ടമുണ്ട്, അത്യാവശ്യം കൊള്ളാം കാണാൻ. പിന്നെ ഇവിടെ നമ്മുടെ ഗ്ലോ സ്റ്റോണൊക്കെ ഇതിൽ നല്ല ലുക്കുണ്ട് കേട്ടോ കാണാൻ. നോർമലൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്. പിന്നെ ഇത് പക്ഷെ ഇതെനിക്ക് ഇത്തിരി ഒരുമാതിരി ആക്കിയെന്ന് തോന്നുന്നു, അല്ല ഇത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മുടെ എന്തോ സീലാൻഡ്, ഇതൊക്കെ പൊളിയാണ്. പിന്നെ ഇവിടെ ഷ്റൂം ലൈറ്റ് അതൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഗ്ലാസിൻ്റെ ടെക്സ്ചർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ക്രോപ്സിൻ്റെ ടെക്സ്ചേഴ്സ് നോക്കിയാൽ അടിപൊളിയാക്കിയിട്ടുണ്ട്, അടിപൊളി. 3D ക്രോപ്സ് എന്ന് പറയുന്ന ഒരു മോഡ് പാക്ക് ഉണ്ട്, ആ സാധനം കയറ്റിയിടുകയാണെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആവും നിങ്ങളുടെ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൂയിങ് സ്റ്റാൻഡിലേക്ക് ഇത് നോക്കിയ ഗൈസ്, എൻ്റെ അമ്മ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ലപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ടെക്സ്ചർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീക്കുണ്ടാക്കി നല്ലപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ടെക്സ്ചർ. നമുക്കിവിടെ ലീവ്സ് നോക്കുകയാണെങ്കിൽ
ദേ ഇവിടെ ലീവ്സിനൊക്കെ നല്ല ടെക്സ്ചറൊക്കെയാണ്. പിന്നെ ദേ ഇവിടെ ദേ നമ്മുടെ ഈ പംകിൻ്റെ ഇത് നോക്കിക്കളാം, ഈ വെട്ടം തന്നെ പംകിൻ. പിന്നെ എല്ലാം കാണാൻ നല്ല രസമാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ലാൻറ്റേൺസ് ആണ്. ലാൻറ്റേൺസിൻ്റെ ഇതാണ്. ഇതേ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ലാൻറ്റേൺ. ഇതൊന്ന് പൊട്ടിച്ച് നോക്കും. കൈ പിടിക്കുമ്പോൾ ഉള്ള ആനിമേഷൻ ദേ ഗൈസ്, ഇതാണ് ആനിമേഷൻ. കൈ പിടിക്കുമ്പോൾ ഒരു കിടില ആനിമേഷൻ തന്നെയാണ്. എന്താ ആടുന്നുണ്ട് അത് കയ്യിൽ നിന്നിരുന്ന് അല്ലേ. പിന്നെ ആണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇവിടെ വെച്ചേക്കാം, ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ ടൂൾസിന് ഇത് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ടൂൾസിൽ ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കി കാണാൻ നല്ല രസമായിട്ട് തോന്നി എനിക്ക്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഷൾക്കർ ബോക്സിൻ്റെ ഒക്കെ ലുക്ക് പോയിക്കളാം. ഷൾക്കർ ബോക്സ് ഒക്കെ ആണെങ്കിൽ വേറൊരു ലെവലായിട്ടുണ്ട്. പിന്നെ ചെസ്റ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ടെക്സ്ചറൊക്കെയാണ്. ഇത് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഈ സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ, എന്താ അതങ്ങനെ വെക്കാൻ പറ്റും നമുക്ക്, കൊള്ളാം. പിന്നെ ആണെങ്കിൽ ഇവിടെ ഞാൻ ഒരു സാധനം മറ്റേ എലൈട്ര വെച്ചിട്ടുണ്ട്. എലൈട്രയ്ക്ക് ഇതിലൊരു രക്ഷയില്ല. പിന്നെ മെയ്സൊക്കെ കിട്ടില്ല ലുക്കാക്കിയിട്ടുണ്ട്. ഷീൽഡൊക്കെ നോക്കിയേ, ഷീൽഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ലെറ്റർ തന്നെ. അയ്യോ ട്രൈഡൻറ്റൊക്കെ വേറെ ലെവലാണ് ഇതിൽ. പിന്നെ നമ്മൾ ആർമർ സ്റ്റാൻഡ് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല, ആർമർ സ്റ്റാൻഡൊക്കെ നല്ലപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിങ്ങനത്തെ ഡ്രസ്സ് ആർമർ സെക്ഷനിലോട്ട് പോകാം. എന്നാ ലെതർ ആർമർ ഒരുമാതിരി ഇരിപ്പുണ്ട്. നെതറൈറ്റ് കൊള്ളാടാ, ഇതിൻ്റെ ഈ ഷേപ്പൊക്കെ പോയത്. ഗോൾഡും കൊള്ളാം. ഈ കോപ്പർ ആർമറിലൊന്നും ആക്കിയിട്ടില്ലടാ ഇവർ. പിന്നെ ഡയമണ്ട് ആർമർ കൊള്ളാം. ഇനി നമുക്ക് വുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഗൈസ് എല്ലാം നല്ലപോലെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടാവോ, ഇതെന്തോ ഒക്കേഷനാണ്. എല്ലാത്തിനും നല്ല ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഈ വുഡ് എനിക്ക് നല്ല ഇഷ്ടമുള്ള വുഡാണ്. ഇതിപ്പോൾ പെയിൽ ഫോറസ്റ്റ് ഉള്ള ന്യൂ ഈടൊക്കെ വന്നില്ല, ഇത് കൊള്ളാം. എല്ലാം നല്ല കിടിലമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇവർ. പക്ഷെ ഞാനിതിപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെ അയ്യോ കണ്ടാ ഇത് ഫയർ 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 ബ്രോ ഫയർ. അയ്യോ ചെറിയ ഒരു ലാഗാണ്. ഇവിടുത്തെ ടെക്സ്ചർ നോക്കുന്നതിന് മുന്നേ നമുക്കിത് നമ്മുടെ ബ്ലോക്കിൻ്റെ ടെക്സ്ചേഴ്സ് നോക്കണോടാ. അതെ എല്ലാത്തിനും നല്ല നല്ല രീതിയിൽ ടെക്സ്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, എല്ലാത്തിനും നല്ല ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കാണുമ്പോൾ കൊള്ളാം, നല്ല രസം. പിന്നെ ഡേറ്റ് നോക്കണം, ഡേറ്റ് കൊള്ളാം കേട്ടോ. ഡേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡേറ്റൊക്കെ വെച്ച് വീഡിയോ കിട്ടിയാലും പൊളിയായിരിക്കും, സമ്മതിക്കാം. പിന്നെ അത് ഗോൾഡ് ബ്ലോക്കൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഒരു എമറാൾഡിൻ്റെ ലുക്കിലാണ് ഇരിക്കുന്നത് ഗോൾഡ് ബ്ലോക്ക്. അയൺ ബ്ലോക്കൊക്കെ കൊള്ളാം, എല്ലാം കൊള്ളാം. അയൺ ബ്ലോക്കും കൊള്ളാം ഇല്ല. പിന്നെ ഈ സാധനം കോപ്പർ വെച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ ഇതേ നെതറൈറ്റ് ബ്ലോക്കൊക്കെ നിറയെ വരഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കിട്ടുന്ന ടെക്സ്ചർ ആടാ കൊടുത്തേക്കണം. നോക്കിയതേ ഇതുണ്ട, ഉള്ളിലോട്ട് ഒരുമാതിരി ഗുഹ പോലെ കൊള്ളാടെ. എല്ലാം നൈസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ അമ്മമാരെ. പിന്നെ ആണെങ്കിൽ ഇത് ഓരോരോ ഇതിൻ്റെ ലീവ്സൊക്കെയാണ് കാണിക്കണം. ഇവിടെ ഞാൻ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയേക്ക്, പൗസ് ചെയ്തൊക്കെ നോക്കിയേക്ക്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഡോർ സെക്ഷൻസ് ആടാ. യെസ് ഉണ്ടാ, നമുക്കെല്ലാം തുറന്നു പോകാം. അയ്യോ ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചടാ. ഇത് തുറക്കാൻ പറ്റിയിട്ടുണ്ട്. അടി ഇത് നോർമൽ നേരത്തെ നമ്മുടെ വാനിലയിലുണ്ടാ, അല്ലെങ്കിൽ ഇത് ഈ മോഡിൽ വന്നേണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പോണ. എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ കുറച്ച് കാര്യം കൂടി കാണിച്ചു തരാം. ദേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു ഇതിനൊക്കെ കിട്ടില്ല ആനിമേഷൻസ് ഒക്കെ ഉണ്ടതേ കണ്ട നമ്മളിപ്പോൾ ദേ കാണിച്ചു തരാടാ.
ഇതിനെ മണ്ടാക്കുന്നത് കാണാം. ഉണ്ടാ ഓ അതൊക്കെ നൈസല്ലേ. പിന്നെ ഇതൊക്കെ അത്രക്ക് ഇതും കൊള്ളാം, ആനിമേഷൻസ് കൊള്ളാം. പിന്നെ ഇവിടെ നോക്കിയാൽ പവർ ഫിക്ഷൻ്റെ കൊള്ളാം, ഇതും കൊള്ളാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. പിന്നെ നമ്മുടെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ മിക്കവരും കാണാൻ ചാൻസും ഉണ്ട്. അപ്പം ഈ മോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഓർത്തു. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.